ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പ്രത്യേക ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ രാജ്യത്ത് വൈദ്യുതി വിതരണത്തിൽ വിപ്ലവകരമായ ഡിജിറ്റലൈസേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നില കേരളത്തിൽ എങ്ങനെയാണ്? ഈ കാര്യങ്ങൾ വളരെ സങ്കീർണമാണെങ്കിലും അത് സാധാരണക്കാർക്കായി വളരെ ലളിതമായി വിവരിച്ചുകൊണ്ട് ആ മേഖലയിലെ ഒരു സാങ്കേതിക വിദഗ്ധനാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. KSEBL റിട്ടയേർഡ് ഡെപ്യൂട്ടി ചീഫ് ശ്രീ Er.C.P.George സാർ. വീഡിയോസ് ഒരുപാട് ലെങ്തി ആകാത്ത തരത്തിൽ ലഘുവായ ഭാഗങ്ങളായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ഓരോന്നിൻ്റെയും തുടർച്ചയായ ദയവ് ചെയ്ത് നിങ്ങൾ അടുത്ത ഭാഗങ്ങൾ കാണുക. നമുക്ക് സാറിനെ ഈ വിവരണത്തിനായി ക്ഷണിക്കാം. നമസ്കാരം സാർ. സാർ ആദ്യം ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? താങ്ക് യു ജെയിംസ് സാറ്. എൻ്റെ പേര് CP ജോർജ്. ഞാൻ KSEBയിൽ നിന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തതാണ്. എൻ്റെ അക്കാഡമിക്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് REC പാസ്സായതാണ്, BTech ഇലക്ട്രിക്കല്. അതിനുശേഷം ഒരു 3 വർഷത്തിലധികം നെയ്വേലി ഇലക്ട്രിക് കോർപ്പറേഷനിൽ ജോലി ചെയ്തു. അതിനുശേഷം 1990 KSEBയിൽ ജോലി കിട്ടിയപ്പോൾ അവിടുന്ന് രാജിവെച്ച് KSEBയിൽ വന്നിട്ടുണ്ട്. KSEBയിൽ ഏകദേശം 30 വർഷത്തെ സർവീസ് ഉണ്ട്. ഏകദേശം ജനറേഷനിൽ ഒരു 10 വർഷത്തിലധികം സർവീസ് ഉണ്ട്. KSEBയുടെ ഏകദേശം എല്ലാ മേഖലകളിലും ജോലി ചെയ്തിട്ടുണ്ട്. ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അതോടൊപ്പം തന്നെ SLDC, കൺസ്യൂമർ ഗ്രീവൻസസ് റിഡ്രസൽ ഫോറം, ഇവിടെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷനിൽ ഏകദേശം ഒരു 13 വർഷം 14 വർഷത്തെ ജോലിയുടെ അനുഭവമുണ്ട് വിവിധ തസ്തികകളിൽ. അതോടൊപ്പം SLDCയിൽ 3 വർഷത്തിലധികം ജോലി ചെയ്തിട്ടുണ്ട്. ജനറേഷൻ ഒരു 10 വർഷത്തിലധികം ജോലി. അതുകൂടാതെ ഇൻ ബിറ്റ്വീന് ഞാൻ മിഡിൽ ഈസ്റ്റില് ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയിലും അതോടൊപ്പം തന്നെ ഖത്തറില് 2 രാജ്യത്തില്, ഒന്ന് ഒമാനില് ഒരു ഓയിൽ, ഇത് 2 ഓയിൽ ഫീൽഡാണ്, ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓയിൽ ആൻഡ് ഗ്യാസിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾക്ക് ഈ സ്കാഡായും റിമോട്ട് കൺട്രോളും ഒക്കെ ഈ പ്രോസസ് ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം കൂടുതലായിട്ട് നമ്മൾ സ്കാഡായൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും അതേപോലെ തന്നെ റിമോട്ട് കൺട്രോള്, ഇൻസ്ട്രുമെന്റേഷൻ, നമുക്ക് ഇലക്ട്രിക്കൽ സൈഡിൽ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെയാണ് ആദ്യം ഈ പറയുന്ന ടെക്നോളജി ഒക്കെ ഏറ്റവും ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ്. പ്രോസസ് ഇൻഡസ്ട്രിയിൽ IT ടെക്നോളജീസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് പണ്ടേ ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് അതിന്റെ ഒരു അനുഭവജ്ഞാനം ഉണ്ട്. പിന്നെ അതിനുശേഷം റിട്ടയർ ചെയ്ത ശേഷമാണെങ്കിലും ചെയ്യാനായിട്ട്, എഞ്ചിനീയേഴ്സിനെ ട്രെയിൻ ചെയ്യാനായിട്ട് പുതിയ എഞ്ചിനീയർമാരെയും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് നമ്മളെ ഫീൽഡിലെ KSEBയിലാണെങ്കിലും KSEBയിലെ നമ്മളെ എഞ്ചിനീയേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന പെറ്റാർക്ക് റീജിയണൽ RPT റീജിയണൽ പവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയും ഈ പോയിട്ട് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് കൂടാതെ NPTI നാഷണൽ പവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് പവറിന്റെ കീഴിൽ ഏറ്റവും കൂടുതലായിട്ട് നാഷണലിൽ ഇപ്പം വർക്ക് ചെയ്യുന്ന അവരുടെ ഒരു സ്ഥിരം ഫാക്കൽറ്റിയാണ്. അവർക്ക് നമുക്കറിയാലോ, ഇപ്പം ആലപ്പുഴയിൽ അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, NPTIയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മളിപ്പം ഈ സ്മാർട്ട് മീറ്റർ തുടങ്ങിയ ശേഷം സ്മാർട്ട് മീറ്ററിലെ ഒരു TOT, അതായത് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം എല്ലാം തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ഒരു സ്ഥിരം ഫാക്കൽറ്റിയാണ്. സ്മാർട്ട് മീറ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകളും ഇൻഡെപ്തിൽ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇൻ ബിറ്റ്വീന് ഇന്ത്യ സ്മാർട്ട് ഗ്രിഡ് ഫോറം എന്ന് പറഞ്ഞൊരു ഫോറം ഉണ്ട്. അവരുടെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സുണ്ട്, സ്മാർട്ട് ഗ്രിഡ് ഫോറം ഓൺലൈൻ സർട്ടിഫിക്കേഷൻ. അതിന്റെ സർട്ടിഫിക്കേഷനും എടുത്തിട്ടുണ്ട്. അത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ശരിക്കും ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആണ്. ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. കാരണം ഇതിൽ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേരളത്തിലെ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. സാറിന്റെ പ്രൊഫൈല് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, സാറ് ഈ ഫീൽഡിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. നമുക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം സാറ് നമുക്ക് കൃത്യമായ മറുപടി തരുമെന്നാണ് നമ്മുടെ വിശ്വാസം. സാറേ, നമുക്ക് ആദ്യത്തെ ചോദ്യമായിട്ട് ചോദിക്കുവാനുള്ളത്, വൈദ്യുതി മേഖലയിൽ നമുക്ക് സാധാരണ മീറ്ററുകൾ സ്ഥാപിക്കും. വോൾട്ട് മീറ്ററോ അമ്മീറ്ററോ അങ്ങനെ പല മീറ്ററുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന വൈദ്യുതി ബില്ലില് അവിടെ സ്ഥാപിക്കുന്ന എനർജി മീറ്ററിൽ നിന്നും കിട്ടുന്ന റീഡിംഗ് അനുസരിച്ചാണ്. ആദ്യകാലത്തെ എനർജി മീറ്ററുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇലക്ട്രോ മെക്കാനിക്കൽ, അതിനകത്തൊരു ഡിസ്ക് ഒക്കെ കാണുമായിരുന്നു, മൂവിംഗ് പാർട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് മൂവിംഗ് പാർട്സ് അല്ലാത്ത ഇലക്ട്രോണിക് ടൈപ്പ് മീറ്ററുകളാണ്. അപ്പൊ അതിന്റെ പല വേർഷൻസ് നമ്മൾ കണ്ടു. ഇപ്പോഴ് നമ്മുടെ വീടുകളിലൊക്കെ ഇരിക്കുന്നത് TOD ടൈപ്പ് മീറ്റർ ആണെന്നാണ് പറയുന്നത്. ടൈപ്പ് മീറ്റർ എന്ന് പറഞ്ഞാൽ ടൈം സോൺ ആയിട്ട് മീറ്റർ റീഡിങ് കിട്ടുന്നതാണ്. അതും കഴിഞ്ഞ് ഇലക്ട്രോണിക് മീറ്ററിന്റെ അടുത്ത വേർഷൻ കേൾക്കുന്നു സ്മാർട്ട് മീറ്റർ. സാർ, ഈ സ്മാർട്ട് മീറ്റർ നമ്മുടെ നാട്ടില് കേരളത്തില് സ്ഥാപിച്ച് തുടങ്ങിയോ? എന്താണ് ബേസിക് ആയിട്ട് ഈ സ്മാർട്ട് മീറ്റർ
ആ വാക്ക് സ്മാർട്ട് എന്ന് പറയുന്നത് തന്നെ അതിൽ നിന്ന് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സാർ ആ വ്യത്യാസങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അതായത് നമ്മളെ വൈദ്യുതിയുടെ മെഷർമെന്റ്, അതായത് നമ്മൾ വൈദ്യുതി അളന്ന് വേണമല്ലോ നമുക്ക് വിൽക്കാനായിട്ട്. നമ്മളിത് ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണ് ഇവിടെ നടക്കുന്നത്. വൈദ്യുതി വിൽക്കപ്പെടുന്നു. അപ്പം കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി നടക്കുമ്പോൾ അതിന് നമ്മൾ വൈദ്യുതി കൃത്യമായിട്ട് വിൽക്കണം. വൈദ്യുതിയുടെ വില അറിയണം, കൃത്യമായിട്ട് അളക്കണം. നമ്മൾക്കറിയാം വൈദ്യുതി ഒന്നും കാണാൻ പറ്റത്തില്ല, പക്ഷേ ഈ സാധനത്തിന്റെ അളക്കാനും അനുഭവിക്കുവാനും നമുക്ക് പറ്റും. അപ്പൊ അതിനെ കൃത്യമായിട്ട് അളന്ന് ഇത് വിൽക്കാനായിട്ട് ഇപ്പൊ സാങ്കേതികത വളരെയധികം വളർന്നിട്ടുണ്ട്. ജെയിംസ് സാർ പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾക്ക് ഇലക്ട്രോ മെക്കാനിക്കൽ മീറ്ററിൽ നിന്ന് വൈദ്യുതി മാത്രം അളന്ന്, അതായത് എനർജി KWH മാത്രം അളന്ന് വിൽക്കുന്നു. അതിനുശേഷം അതിന്റെ വിവിധ സ്വഭാവവിശേഷങ്ങൾ കൂടുതൽ അറിയുവാനും അതിനനുസരിച്ച് പല പല രീതിയിൽ നമുക്കറിയാം വൈദ്യുതി വിൽക്കുമ്പോൾ, കൊമേഴ്ഷ്യലായിട്ട് വിൽക്കുമ്പോൾ അത് ശരിയായ വില അറിയണം. അങ്ങനെ ശരിയായ വില അറിയണമെങ്കിൽ അതിന്റെ സമയാനുസൃതമായ പല, നമുക്കറിയാലോ നേരത്തെ TOD മീറ്റർ എന്ന് പറഞ്ഞു, ടൈം ഓഫ് ഡേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് TOD എന്ന് പറയുന്നത്, ടൈം ഓഫ് ഡേ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ വൈദ്യുതിയുടെ വില പല സമയത്തും പലതാണ്. അതിന്റെ ശരിയ ഒരു വസ്തുവിന്റെ വിലയെന്ന് പറയുന്നത് വൈദ്യുതി ഉണ്ടാക്കാനായിട്ടും അത് വിതരണം, അത് നമ്മൾക്ക് ഉപഭോക്താവിൽ എത്തിക്കാനും വേണ്ട ഇൻഫ്രാസ്ട്രക്ചറിന്റെയും അത് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇന്ധനത്തിന്റെയും അതുണ്ടാക്കാൻ വേണ്ടുന്ന പ്ലാന്റിന്റെയും എല്ലാം കൂടെ വിലയും അതിനകത്ത് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റും എല്ലാം കൂടെ കൂട്ടിയുള്ള ഒരിതാണ് നമുക്കതിന് വൈദ്യുതി വിലയായിട്ട് ഉപഭോക്താവിന്റെ വില വരുമ്പോൾ ചെലവായിട്ട് വരിക. അപ്പൊ അത് പല സമയത്തും ഇത് വൈദ്യുതിയുടെ ആവശ്യകതയ്ക്കനുസരിച്ച് ഉപയോഗിക്കേണ്ടത് കൊണ്ട്, അത് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ടും, ഇത് പല സമയത്തും ഇതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി, ഇതിന്റെ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഈ സിസ്റ്റത്തിന്റെയും പ്ലാന്റിന്റെയും ഡിഫറൻ്റ് ആണ്. അപ്പൊ അത് വരുത്താനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ TOD മെക്കാനിസം കൊണ്ടുവന്നത്. ഈ TOD മെക്കാനിസം എന്ന് പറയുന്നത് പല സമയത്ത് കൂടുതൽ കപ്പാസിറ്റി ആവശ്യമുള്ള സമയത്ത് ഉപഭോക്താവിന്റെ ഉപഭോഗം പറ്റുന്ന രീതിയിൽ സ്വാധീനിച്ച്, ഉപഭോഗത്തിന്റെ പാറ്റേണിനെ സ്വാധീനിച്ച് അവരുടെ ഉപഭോഗത്തെ കപ്പാസിറ്റി കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് TOD, അതായത് ടൈം ഓഫ് ഡേ. അപ്പം കൂടുതൽ ഉപഭോഗം ആവശ്യമുള്ള, കപ്പാസിറ്റി ആവശ്യമുള്ള സമയത്ത് വില കൂട്ടുകയും കപ്പാസിറ്റി കുറഞ്ഞ സമയത്ത് വില കുറയ്ക്കുകയും ചെയ്യും. നമ്മൾക്കറിയാം വൈദ്യുതി ആർക്കും അറിയാൻ മേല, വൈദ്യുതി കാര്യം കണ്ടിട്ടില്ല, പക്ഷെ ഇതിന്റെ ഡേറ്റ വെച്ചിട്ട് അറിയാം. ഇനി സ്മാർട്ട് മീറ്ററിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളറിയാം സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു മനുഷ്യൻ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ അറിയാം, ആ മനുഷ്യൻ കൂടുതൽ കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു. ഒരു ഇൻപുട്ട് കൊടുത്ത് അദ്ദേഹം പ്രതികരിക്കുന്നു, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നു. അത് തന്നെയാണ് സ്മാർട്ട് മീറ്ററെ സംബന്ധിച്ച് പറയാൻ. സ്മാർട്ട് മീറ്റർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. അതായത് ഇതുവരെ TOD വരെയുള്ള മീറ്ററുകൾ, നമ്മുടെ പഴയ മീറ്ററുകളെല്ലാം അതിൽ ഡേറ്റ ഉണ്ടായി അവിടെ തന്നെ ശേഖരിച്ചു വെക്കും, നമ്മൾ പോയി എടുക്കണം. പക്ഷെ സ്മാർട്ട് മീറ്റർ അങ്ങനെയല്ല. സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അതിലേക്ക് ഡേറ്റ അങ്ങോട്ട് കൊടുക്കുകയും അത് ആവശ്യമുള്ളപ്പോൾ ഡേറ്റ ഇങ്ങോട്ട് തരികയും ചെയ്യും. ടു വേ കമ്മ്യൂണിക്കേഷൻ. അതിനെ നമ്മൾ ഒരു അകലെ നിന്ന് അതിനെ നമുക്ക് അതിലിരിക്കുന്ന ഡേറ്റ നമുക്ക് എടുക്കാം. അതോടൊപ്പം തന്നെ അതൊരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ തന്നെ, ഒരു സ്മാർട്ടായിട്ടുള്ള മനുഷ്യൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ആവശ്യാനുസരണവും സന്ദർഭാനുസരണവുമായിട്ട് അത് പ്രതികരിക്കും. അത് തന്നെയാണ് സ്മാർട്ട് മീറ്റർ ചെയ്യുന്നത്. അത് ഇലക്ട്രിസിറ്റിയുടെ വിവിധ സ്വഭാവങ്ങളെ അറിഞ്ഞ് കേട്ട് അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രതികരിക്കും. അതാണ് അതിനകത്ത് അതങ്ങനെ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിനെ വിദൂരത്തിൽ നിന്നും അതിനെ പ്രതികരിക്കാനായിട്ടും നിയന്ത്രിക്കാനും പറ്റും. അപ്പൊ ഇലക്ട്രിസിറ്റിയെ നിയന്ത്രിക്കാനും ഇലക്ട്രിസിറ്റിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാനും അതനുസരിച്ച് ഉപഭോഗത്തെ നിയന്ത്രിക്കാനും, അതായത് കൺസ്യൂമർക്ക് അതിന്റെ ഓരോ സമയത്തെ കാര്യങ്ങൾ സുതാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന ഒരു ഉപകരണമാണ് ഇപ്പോഴത്തെ സ്മാർട്ട് മീറ്റർ. ആ സ്മാർട്ട് മീറ്ററിന്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് എംപവർ ചെയ്യപ്പെടുന്നു. അതായത് നമ്മളുടെ ഇലക്ട്രിസിറ്റിയുടെ ഇന്നത്തെ തലത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് അതിന്റെ ഉപഭോഗത്തെയും അതിന്റെ നിയന്ത്രണത്തെയും അതിന്റെ മെഷർമെന്റിനെയും എല്ലാം മാറ്റുന്നു. ഇതാണ് സ്മാർട്ട് മീറ്ററിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞത്. അടിസ്ഥാനപരമായിട്ട് സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നു സാർ. ഈ സ്മാർട്ട് മീറ്റർ കേരളത്തിൽ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ടോ, അതോ ഇത് രാജ്യം മൊത്തമായിട്ടുള്ളൊരു സംഭവമാണോ, അതോ സംസ്ഥാനത്ത് മാത്രം ചെയ്യുന്നതാണോ? ആ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷനെ പറ്റി എങ്ങനെയാണ് കേരളത്തിലെ അതിന്റെ സ്ഥിതി എന്നുള്ളതൊന്നും സാർ വിശദീകരിച്ചാൽ കൊള്ളാം. നമുക്ക് അറിയുന്ന പോലെ തന്നെ ഇപ്പം ഇന്ന് നമ്മളുടെ ഈ ലോകം മുഴുവനും നമ്മൾ പവർ സെക്ടർ ഒരു വലിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്.
നന്ദി.